സോ ഗൈസ് നമ്മളിപ്പം എഗ് ഓംലെറ്റാണ് നമ്മൾ ക്യാമ്പിങ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു സ്പെഷ്യൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പറിൽ ഫുൾ നമ്മൾക്ക് നല്ലൊരു ഉണർവ് നൽകുന്ന ഒരു സൂപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഇവിടെ ഒരു ഇംഗ്ലീഷാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ലൈറ്റ് ഉണ്ട്, ബൾബ്സ് ഉണ്ട്, 6 പ്ലേറ്റ്സ്, അങ്ങനെ പല പല വേണ്ട പല സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് പല കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ബാക്ക് യാർഡിൽ നമ്മുടെ ടെൻറ്റൊക്കെ ഒന്ന് നമുക്ക് ഇൻസൈഡിലൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാക്കെ. നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. നമ്മൾ ഡൗണിൽ കുറച്ച് മെത്തയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ അനിയൻസൊക്കെ കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ നമ്മുടെ ക്യാൻഡിലൊക്കെ ഫിക്സ് ചെയ്ത് ഫുൾ ലൈറ്റിലായിട്ടുള്ള ഒരു ടെൻറ്റാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ലാതെ ഒരു നൈസ് കോൾഡ് വിൻഡ് നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ടെമ്പറേച്ചറാണ് ഇവിടെ ഫുള്ള്. നമ്മളിവിടെ കുക്കിംഗ് ചെയ്യാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മളൊരു ഇംഗ്ലീഷറാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നും. പിന്നെ നമ്മൾ മാഗി ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ലൈം ജ്യൂസാണ്. നമ്മുടെ മുട്ടയിലേക്ക് കുറച്ച് ബുൾസയിലേക്ക് നമ്മൾ കുറച്ച് ഇത് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇപ്പോൾ പറയാനുള്ള പല കാര്യങ്ങളുണ്ട് നിങ്ങളോട്. നമ്മൾ സന്തോഷം നൽകുന്ന ഇതായിട്ട് കേട്ടോ. നമ്മുടെ എൻജോയ്മെൻ്റ് ആയിരിക്കും. നൈറ്റ് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ ഇന്ന് ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നന്നായി. അതുമല്ലാതെ നമുക്കിതാ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റി. അതുപോലെ സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റി. അത്രയും നേരം നമ്മുടെ ടൈം പോയതെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഇവിടെ LED ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റ്സിൽ 3 മോഡ്സ് ഉള്ള LED ലൈറ്റ്, പിന്നെ നമ്മുടെ ഒരു ബിഗ് ടെൻറ്റ് ഔട്ട്ഡോറാണ് നമ്മളിത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അകത്ത് കയറുന്നില്ല. നമ്മൾ ഒരു നുള്ളു പോലും നമ്മൾ അകത്തല്ല. നമ്മൾ ഫുൾ ഔട്ട്ഡോറാണ്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇവിടെ നിറച്ചും മരങ്ങളാണ് കേട്ടോ. ഫുള്ള് മരങ്ങളാണ് നിറച്ചും. നമുക്ക് കുഞ്ഞു ഇരുട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കൊന്നും കാണാനേ കഴിയത്തില്ല. ശരിക്കും നമുക്ക് ക്യാൻഡിൽസ് വല്ലതും വേണം. ഇങ്ങനെ ലൈറ്റ്സ്, ഞാൻ കാണിച്ച ലൈറ്റ്സ്, അങ്ങനെ സാധനങ്ങൾ വല്ലതും വേണം. ഇപ്പോൾ തന്നെ ഔട്ട്ഡോർ നോക്കിക്കോ. ഫുൾ നെയ്ബേഴ്സാണ് നമ്മുടെ ചുറ്റും. നെയ്ബേഴ്സ് ആരുമില്ല. അവർ വീട് ചുമ്മാ നമ്മൾ ഇങ്ങനെ വീടുണ്ട്, പക്ഷെ അകത്ത് ആൾക്കാരില്ലെന്നേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ നമ്മൾ എന്താ പറയുക, ഔട്ട്സൈഡിലെ കുറുക്കനും പന്നിയും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ നിയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ വീട് തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്താണ് കേട്ടോ. അതുകൊണ്ട് അതിന് എപ്പോഴൊക്കെയാണ് പന്നി, ആന അതൊക്കെ ഇറങ്ങുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പന്നീനൊക്കെ കണ്ടിട്ടുണ്ട്. അതില്ലാതെ അവരൊക്കെ ഇറങ്ങുന്ന സമയം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ ടെൻറ്റിനകത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് തന്നെ നോക്കാൻ പറ്റും. നമ്മൾ ഉള്ളിൽ തന്നെ നോക്കിയേ, ഫുൾ ഒരു ക്യാൻഡിലെ ഡിന്നറിൻ്റെ കൂട്ടുണ്ട് അല്ലേ. ഫുൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടൂറാണ് നമുക്ക് ഉള്ളത്. സോ നമ്മൾ എന്താ പറയുക, ഒരു എൻജോയിങ് ആണ് നമ്മൾ കിട്ടുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ബുൾസി ഉണ്ടല്ലോ, നമ്മുടെ നാടൻ താറാവിൻ്റെ മുട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. താറാമുട്ട നല്ല എനർജി കിട്ടുന്ന സംഭവമാണ്. പിന്നെ സൂപ്പും നല്ല മൈൻഡ് ഫ്രഷിങ് സൂപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു ക്യാമ്പ് ഫയർ, ഒരു ഡേ നമ്മളൊരു ക്യാമ്പ് ഫയർ വെക്കണം. ഏതെങ്കിലും നമുക്ക് ലീവിൽ കിട്ടുന്ന ഡേയ്സിൽ നമ്മൾ ക്യാമ്പ് ഫയർ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നല്ല എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റും. സൂപ്പർ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ അത് യൂസ് ചെയ്യാൻ നോക്കുക. ബൈ ബൈ.